നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്ന 2016 മോഡൽ ഹോണ്ട ബ്രിയോ സിംഗിൾ ഓണർ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡൽ സിംഗിൾ ഓണർ വെറും 69,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ബ്രിയോ VX ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെഡ് ലാംപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല മികച്ച ഫിനിഷിങ്ങോടുകൂടി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് ഗ്രിൽസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസോ ഡാമേജോ പരിക്കുകളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണിത്. നമുക്കപ്പോൾ ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫെൻഡറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡാമേജസോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർസ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് VX ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ തന്നെ ജെന്യൂൻ അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള മിററാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് ഇത് ഇലക്ട്രിക്കൽ ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ മിററും കൂടിയാണ്. ലെഫ്റ്റ് സൈഡ് ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ബോഡി ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ബാക്ക് ടയറിന് ഒരു 50% ടയേഴ്സാണ് ബാക്ക് ടയർ ഉള്ളത്. അതുപോലെ തന്നെ കമ്പനി വരുന്ന അലോയ് വീൽസൊക്കെ നാലും നല്ല പക്ക കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ബ്രിയോൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിക്കി ഡോറാണ്. ഇത് ഫുൾ ഗ്ലാസോട് കൂടിയിട്ട് തന്നെയാണ് ഡിക്കി ഡോർ വരുന്നത്. അപ്പോൾ ഒരു കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചെറിയ വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഹോണ്ടയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഹോണ്ട ലോഗോ, ബ്രിയോ VX ഫുൾ ഓപ്ഷൻ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം IVTEC എഞ്ചിനെ സൂചിപ്പിക്കുന്ന പെട്രോൾ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 175 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ചെറിയ ലഗേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് നോക്കുകയാണെങ്കിൽ 100% ടയേഴ്സ് ഉണ്ട്. അതായത് ഫുൾ കട്ടയുള്ള ടയറാണ് ഇതിനകത്ത് വരുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ബാക്കൊക്കെ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വേറെ സ്ക്രാച്ചസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ടയറൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ടയറും 50% ടയേഴ്സാണുള്ളത്. നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡൽ സിംഗിൾ ഓണർ വെറും 69,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ബ്രിയോയുടെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു VX ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എയർ ബാഗ് വരുന്ന ഒരെണ്ണം സ്റ്റിയറിംഗിലും ഒരെണ്ണം പാസഞ്ചർ സൈഡിലാണ് എയർ ബാഗ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളാണ് വരുന്നത്. AC കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് കവേഴ്സൊക്കെ നല്ല മികച്ച ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ബീച്ച് കളറിലാണ് ഇതിൻ്റെ ബീച്ച് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന യാതൊരുവിധ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഇൻറ്റീരിയർ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. 2016 മോഡൽ സിംഗിൾ ഓണർ വെറും 69,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ബ്രിയോയുടെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അപ്രോണിനൊക്കെ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ABS യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതും 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ചെറിയ സെഗ്മെൻറ്റിൽ വരുന്ന 4 സിലിണ്ടറിൽ വരുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണ് ഹോണ്ട ബ്രിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിന് 87 bhp പവറും 109 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 19 km/ലിറ്ററാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 15-16 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ സിറ്റി യൂസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം. 2016 മോഡൽ സിംഗിൾ ഓണർ വെറും 69,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ബ്രിയോ VX ഫുൾ ഓപ്ഷൻ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,98,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. ന്യൂമർസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. മറ്റൊരു